അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായമാണ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അടിയന്തരമോ അല്ലെങ്കിൽ വീട് കൂടിക്കൂടലോ ഉദ്ഘാടനം ചെയ്യലോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫാത്തിഹ വിളിക്കാറുണ്ട്, ഫാത്തിഹ ഓതാറുണ്ട്, മുഅവ്വദത്തീൻ ഓതാറുണ്ട്, എന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ രൂപം ശരിയാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ ഫുഖഹാക്കളോടും ആലിമീങ്ങളോടൊക്കെ ചോദിക്കപ്പെട്ടപ്പോൾ അവർ അതിനെ ബിദ്അത്തിൻ്റെ ഇനങ്ങളിലാണ് പെടുത്തിയത്. കാരണം ഈ കാട്ടുന്നത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന രൂപത്തിൽ ചെയ്യുന്നതാണ് ഈ ഫാത്തിഹ വിളിയും മുനാസബാത്തുകളിലും വല്ല സ്ഥലത്ത് വല്ല വീട് ഉദ്ഘാടനമോ അല്ലെങ്കിൽ സമ്മേളന ഉദ്ഘാടനമോ ഒക്കെ നടക്കുന്ന സന്ദർഭത്തിലൊക്കെ ചെയ്യുന്നത് ഒരു ഇബാദത്തിൻ്റെ രൂപമായിട്ടാണ്. ഇബാദ എല്ലാ ഫുഖഹാക്കളും എല്ലാ ഉലമാക്കളും 4 മദ്ഹബിൻ്റെ ഉലമാക്കളും ഏകീകരിച്ച തത്വമാണ് അൽ ഇബാദത്തു കുല്ലഹ തൗഖീഫിയ്യ. ഇബാദത്ത് മുഴുവനും അള്ളാഹ് പറഞ്ഞോ റസൂല് പറഞ്ഞോ അതാണ് നോക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചോ റസൂലുള്ളാഹി ചെയ്ത് കാണിച്ചു തന്നോ. തൗഖീഫിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഖിഫ് ഹൈസുമാ ഔഖഫക അല്ലാഹ്, അള്ളാഹ് നിന്നെ നിർത്തിയെടുത്ത് നിൽക്കുക. ഖിഫ് ഹൈസുമാ ഔഖഫക റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് നിന്നെ നിർത്തിയെടുത്ത് നിൽക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ടോ അവരെ കണ്ടവരായ സലഫ് സാലിഹ്യങ്ങളായ സഹാബാക്കളിൽ നിന്നിട്ടോ താബിഈങ്ങളിൽ നിന്നിട്ടോ വാരിദാവാത്തതായ ഒരു കാര്യം അത് എത്ര തന്നെ ജനങ്ങൾ ചെയ്താലും എത്ര ലോകവ്യാപകമായാലും അത് ബിദ്അത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സൽക്കർമ്മങ്ങളെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കൽ നല്ലതാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്തെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ സൽക്കർമ്മത്തെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കുക ഉദാഹരണത്തിന്. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഖൈർ ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള രൂപം സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇസ്തിഖാറ എന്ന് അതിന് പേര് പറയും. എന്നല്ലാതെ ഫാത്തിഹ വിളി എന്നിട്ട് അവിടെ പ്രാർത്ഥന, അതും ആ രീതി സലഫ് സാലിഹ്യങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതല്ല. അഥവാ റസൂലോ സഹാബത്തോ താബിഈങ്ങളോ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതല്ല. എന്നതുകൊണ്ട് തന്നെ ഈ രീതി ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് ഭരണകൂടം നടത്താൻ പരിശ്രമിക്കുന്ന സൗദി അറേബ്യയിൽ കാണുന്നതുമല്ല. ഞാനിവിടെ സാധാരണ സമ്മേളനങ്ങളിലും കല്യാണങ്ങളിലും എല്ലാ മുനാസബാത്തുകളിലും പോകാറുള്ളതാണ്. ഇവിടെ ഞാൻ 52 കൊല്ലമായി ജീവിക്കുന്നത്. ഇവിടെ അങ്ങനെ കാട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് ഖുർആനിലോ സുന്നത്തിലോ സലഫ് സാലിഹ്യങ്ങളുടെ മനഹജിലോ ഇല്ലാത്തത് കൊണ്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെ അതേ രീതി തന്നെ സ്വീകരിക്കലായിരിക്കും മുസ്ലിങ്ങൾക്ക് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് നല്ലത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.